നമ്മുടെ ഈ ക്യാബേജ് ഉപയോഗിച്ചുകൊണ്ട് തോരൻ മാത്രമല്ല കേട്ടോ, ദാ ഇതുപോലെ ഒരു പ്ലേറ്റ് നിറയെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കറുമുറ പക്കോടയും കൂടി ഉണ്ടാക്കിയെടുക്കാവേ. അതും നല്ല ചൂട് ചായയുടെ കൂടെ മഴയൊക്കെ ആസ്വദിച്ച് കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ മിക്സിങ് റെഡിയാക്കി എടുക്കാം. ഒരു ബൗളിലേക്ക് നീളത്തിൽ തീരക്കാനം കുറച്ച് അരിഞ്ഞ ക്യാബേജും സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ തന്നെ പൊടിയായിട്ട് കട്ട് ചെയ്ത മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പൊടികളായിട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, അതേപോലെ തന്നെ കായത്തിന്റെ പൊടിയും കൂടി ചേർക്കാവേ. ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ 1/4 കപ്പ് കടലമാവും 2 ടേബിൾ സ്പൂൺ നിറച്ച് തന്നെ അരിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി കൈവച്ച് ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. നമ്മൾ ക്യാബേജും സവാളയൊക്കെ കുറച്ചും കൂടി എടുക്കുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കടലമാവും അതേപോലെ തന്നെ അരിപ്പൊടിയും ബാക്കി പൊടികളൊക്കെ കുറച്ചും കൂടി എടുക്കാം. അല്ല ഇത്രയും എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കുറയ്ക്കാവുന്നതേ ഉള്ളൂ. ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് ശരിക്കും ഒന്നും കൂടി ഒന്നിങ്ങ് മിക്സ് ആക്കി എടുക്കാം. ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് ഒരു പിഞ്ച് മാത്രം നമ്മുടെ ബേക്കിംഗ് സോഡയും കൂടി ചേർക്കുന്നുണ്ട്. അതിനുശേഷം കയ്യിൽ ഇതേപോലെ എടുത്ത് നല്ല ചൂടായ ഓയിലിലേക്ക് ചേർത്ത് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി. ഗ്യാസിന്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു വശം റെഡിയായി കഴിയുമ്പോൾ മറിച്ചിട്ട് കൊടുത്ത് 2 വശം നല്ലോണം മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് കോരിയെടുക്കാം. കണ്ടോ, ഇതുപോലെ കളറൊക്കെ മാറി നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ സ്കൂളൊക്കെ വിട്ടു വരുന്ന നമ്മുടെ കുട്ടീസിനെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുത്തു കേട്ടോ. അവർ ഉറപ്പായിട്ടും പാത്രം കാലിയാക്കി തരും.